ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ നടുവിൻ്റെ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദന എങ്ങനെ പ്രഗ്നൻസി സിംറ്റം ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ പല ശരീര അവയവങ്ങളിലും പല തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് അത് ഒരു ഒരു വ്യത്യാസം അല്ലെങ്കിൽ എൻലാർജ്മെൻ്റ് ആയിട്ട് സൈസിൽ തോന്നാറുണ്ട്. മറ്റു ചിലർക്ക് പെയിൻസ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. മറ്റു ചിലർക്ക് നേരെ അത് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടൊക്കെ ആയിരിക്കും കാണാനായിട്ട് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക, ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് നോർമലി പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് ബ്ലീഡിങ് അത്രത്തോളം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ ഡേറ്റ് മിസ്സായിട്ട് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം പല ആളുകൾക്കും ഒരു ക്രിപ്റ്റിക് പ്രഗ്നൻസി അല്ലെങ്കിൽ റിട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടായിട്ട് പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സർവൈവ് ചെയ്തിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് മുൻപോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ പോകുന്ന രക്തത്തിൻ്റെ അളവ് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം കേട്ടോ. ഇത് ഈ ഒരു ലക്ഷണമല്ലാതെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അതിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നോക്കുക കേട്ടോ. പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ പീരിയഡ്സ് ആകും എന്ന് ഉദ്ദേശിക്കുന്ന പല ലക്ഷണങ്ങളും പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പീരിയഡ്സിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം പ്രഗ്നൻസി അല്ല പീരിയഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഡേറ്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ അതിനെ പീരിയഡ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പല തരത്തിലുള്ള വഴികൾ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഡേറ്റ് മിസ്സായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ലക്ഷണം ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതൽ ടെൻഷൻ ആവുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി പിടിച്ചു കിട്ടുന്നതിനെ സാരമായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾ, ഒരു 2 മാസങ്ങൾക്ക് മുമ്പായിട്ട് ബാക്ക് പെയിനിൽ നമുക്ക് പലതരത്തിലുള്ള ലൊക്കേഷനിൽ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് അത് പ്രഗ്നൻസി ആയിട്ട് എങ്ങനെയാണ് മാച്ച് ആവുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബ്രസ്റ്റിന് നേരെ പുറകിലുള്ള പോർഷനിലാണ്. ഈ പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് കൂടി പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും. ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നതിനനുസരിച്ചിട്ട് ബ്രസ്റ്റിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതിൻ്റെ നിപ്പിളിലെ ചേഞ്ചസ് ഉണ്ടാകും, സൈസ് വർദ്ധിക്കും, നമുക്ക് ഹെവിനെസ് അനുഭവപ്പെടും, തൊടുമ്പോൾ തന്നെ നമുക്ക് വേദന അനുഭവപ്പെടും. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിപ്പിളിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് നിങ്ങൾക്ക് എൻലാർജ് ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നേരെ പുറകിലുള്ള ബാക്ക് പോർഷനിൽ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ബ്രസ്റ്റ് വലിയുന്നതിനനുസരിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ നോർമലി ഉപയോഗിക്കുന്ന ഇന്നറുടെ സൈസ് ഒരു 34 അല്ലെങ്കിൽ ഒരു 36 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ സൈസ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ ആവില്ല. കാരണം നമുക്ക് വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ആ വലിയുന്നതിൻ്റെ ഒരു സെൻസേഷനും ബുദ്ധിമുട്ടും നമുക്ക് നേരെ ബാക്കിലുള്ള പോർഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ വരാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സെയിം സൈസ് ഓൾട്ടർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇന്നേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ബ്രസ്റ്റ് വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു വലിച്ചിൽ സൈസ് എൻലാർജ് ആവുന്നതിൻ്റെ ഒരു മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആയി കൊടുക്കുന്നതിൻ്റെ ആ ഒരു പ്രഷറും പെയിനും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് തൊട്ട് പുറകിലുള്ള പോർഷനിലായിരിക്കും. ഇത് ഒരു ഭാഗത്തായിരിക്കില്ല അനുഭവപ്പെടുന്നത്. നമ്മുടെ 2 ബ്രസ്റ്റ് ഉണ്ടല്ലോ, രണ്ടിനും നേരെ പുറകിലുള്ള പോർഷനിലായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു ലക്ഷണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ഒരു 2nd മന്ത് തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ലക്ഷണം കാണാനായിട്ട് സാധിക്കും. ഈ പ്രഗ്നൻസി ലക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഫസ്റ്റ് പ്രഗ്നൻസി സമയത്തായിരിക്കും. കാരണം നോർമലായിട്ട് നിന്നിരുന്ന നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് പ്രഗ്നൻസിക്ക് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നത് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഓൾറെഡി ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടാകും. ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിച്ചിട്ടുണ്ടാകും. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു 2 ഇയേഴ്സ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അതിന് വളരാൻ പറ്റുന്ന സൈസിൽ അത് വളർന്നിട്ടുണ്ടാകും. അതിനുശേഷം ഫീഡിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് സൈസ് കുറയുമെങ്കിലും നോർമലായിട്ട് നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് ഏത് സൈസിലുണ്ടായിരുന്നോ ആ സൈസിലോട്ട് കൊണ്ടുവന്ന് നാച്ചുറലായിട്ട് എത്തിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു സൈസിലോട്ട് എത്തിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും ആ മസിൽസ് ഒക്കെ അതുപോലെ തന്നെ അയഞ്ഞിരിക്കുകയായിരിക്കും.
അതുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള ഒരു സ്ത്രീക്കായിരിക്കും ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയോ തേർഡ് പ്രഗ്നൻസിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല. ഈ ഒരു വേദന വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 34 ഉപയോഗിക്കുന്നവർ 36 കടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം നിങ്ങൾ ധരിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ മസിൽസ് അങ്ങോട്ട് സ്ട്രെച്ച് ആകാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. ബുദ്ധിമുട്ട് നമ്മുടെ ശരീരം ടൈറ്റ് ആയിട്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് വേദന കൂടുതൽ നമ്മൾ സഹിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ധരിക്കുക. ഒരുപാട് ആളുകൾ ഡ്രസ്സ് കറക്റ്റ് അവരെ വെച്ചടിച്ച പോലെ ഷേപ്പ് ചെയ്ത് ധരിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ആ സൈസ് കൂടുന്നതിനനുസരിച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ധാരാളം വെള്ളം കുടിക്കാനായിട്ട്. കാരണം ആ ഒരു ബ്രസ്റ്റ് വളരുന്നതിനനുസരിച്ചിട്ട് അതിന് വേണ്ടുന്ന ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഉണ്ട്. അതുപോലെ കുഞ്ഞിന് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ വേണ്ട വെള്ളത്തിന്റെ അളവുണ്ട്. ഇതെല്ലാം ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് അമിതമായിട്ട് വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദന ഉണ്ടാകുമ്പോഴേക്കും ഇക്കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ബ്രസ്റ്റിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്ന ബാക്കിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്ന ബാക്കി 3 ലൊക്കേഷൻസും കൂടിയുണ്ട്. അത് നമുക്ക് നേരെ വരുന്നത് നമ്മുടെ ഏറ്റവും എൻഡിലെ പോയിന്റിൽ, അതായത് നമ്മുടെ നടുവിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ബട്ടോക്സിൻ്റെ ഏരിയയും നമ്മുടെ ആ ഒരു ലോവർ ബാക്ക് പോർഷനും തമ്മിൽ ജോയിൻ ആകുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ആ ജോയിന്റ് എൻഡിനെ തൊട്ട് മുകളിലുള്ള പോർഷൻ, അതായത് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ലോവർ ബാക്ക് പോർഷനിലാണല്ലോ. ഈ ലോവർ ബാക്കിന് നേരെ പുറകിലുള്ള പോർഷനിലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മുതുകിൻ്റെ ഭാഗത്തായിട്ടും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നമുക്കുണ്ടാകുന്നത് ബ്രസ്റ്റ് വളരുന്നത് കൊണ്ടല്ല, യൂട്രസ് സൈസ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും ഇതും എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. യൂട്രസ് അത്രയും നാൾ വരെ, നമ്മുടെ ഒരു പ്യൂബർട്ടി സ്റ്റേജ് എത്തിയ നാൾ വരെ യൂട്രസ് ഇങ്ങനെ എൻലാർജ് ആകും. നമ്മുടെ ശരീര വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലാതെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും വളർന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഒരു എംബ്രിയോ അവിടെ ഇംപ്ലാന്റ് ആയിട്ട് അത് വളരാനായിട്ട് അതിന് വേണ്ട സ്പേസ് അത് എടുക്കാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് യൂട്രസ് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. ഈ സ്ട്രെച്ച് ആകണമെങ്കിൽ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള എല്ലാ പേശികളും സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങണം. ഇത് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓൾറെഡി ശരീരത്തിലുള്ള ഹോർമോണാണ് റിലാക്സിൻ. പക്ഷേ ഇതിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പാകത്തിനേക്കാളും കുറച്ച് ഭയങ്കര ലോ ആയിരിക്കും. പക്ഷേ ഇത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ റിലാക്സിൻ്റെ ആ ഒരു കൗണ്ട് ശരീരത്തിൽ വളരെയധികം കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് മസിൽസ് ഒക്കെ എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേരെ യൂട്രസിന് തൊട്ട് പുറകിലുള്ള പോർഷനിൽ കുത്തുന്നത് പോലുള്ള വേദന നിങ്ങൾക്കുണ്ടാകും. ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്ക് പറ്റാത്തൊരവസ്ഥ, കുറേ നേരം ഇരിക്കണമെന്ന് നമുക്ക് തോന്നുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും എല്ലാ സ്ത്രീകളും കൂടപ്പറപ്പാണ് നടുവേദന എന്ന് പറയുന്നത്. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യുന്നവരാണല്ലോ വീട്ടമ്മമാർ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ അവർ ശരീരത്തിൽ എല്ലിനൊക്കെ വേണ്ടുന്ന ബലം ഉണ്ടാവുന്നത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് മസ്റ്റായിട്ട് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും ഡോക്ടറെ പോയി കാണണം. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക് പെയിൻ തുടർച്ചയായിട്ടുണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോഴും ഈ ബാക്ക് പെയിൻ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ അതായത് നമുക്ക് ഡിഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴും ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടും ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദന സഹിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറോട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് നേരെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ നേരെ പുറകിലുള്ള ആ 2 ഭാഗത്തും വേദന ഉണ്ടായിരുന്നു. അത് ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേക്കും അവരെനിക്ക് വിറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ജോയിൻസ് ഒക്കെ ഒന്ന് റിലാക്സ് ആകാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റ്. ഏകദേശം ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ വരെ ഫുള്ളായിട്ട് ഞാൻ ആ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേദന ഉണ്ടാകുന്നതിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴേക്കും ഓൾറെഡി നമുക്ക് നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് പ്രഷർ നമ്മൾ ബാക്കിലോട്ട് കൊടുക്കും. അപ്പം നമുക്ക് വേദന കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.